എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിച്ചില്ലായിരുന്നു, നമ്മൾ ചിരാതിനകത്ത് വിളക്ക് കത്തിക്കുന്നത്, ഉപ്പ് വിളക്ക് കത്തിക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോ അന്ന് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഇതെല്ലാ ദിവസവും കത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാ ദിവസവും ഞാൻ എങ്ങനെ കത്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം ഞാൻ ഇത് വേറെ ചെയ്ത് കണ്ട് ഞാനും അതുപോലെ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നത് കേട്ടോ. ഉപ്പുകളൊക്കെ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ചെയ്തിട്ടില്ലാത്തൊരു ഒരു വട്ടെങ്കിലും നിങ്ങളൊരു ചെറിയ ചിരാതിനകത്തെങ്കിലും അങ്ങനെ ഒന്ന് കത്തിച്ച് നോക്കുക. ഈ പറയുന്ന പോലെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, യാതൊരു സംശയമില്ല. എന്നിട്ട് നിങ്ങളതിന് ദിവസം നിങ്ങൾ കത്തിക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക, പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചിരാതിനകത്ത് എങ്ങനെയാണ് മൺചിരാതിനകത്ത് നമ്മൾ ഉപ്പുവിളക്ക് കത്തിക്കുന്നത്. നമ്മൾ മൺചിരാതിനകത്ത് കത്തിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഉപ്പുവിളക്ക്. ഞാൻ ഇപ്പം നേരത്തെ ഒരു കുഞ്ഞ് ചിരാതിനകത്തായിരുന്നു ഞാൻ കത്തിച്ചുകൊണ്ടിരുന്നത്. ചെറിയ സൈസ്, നമ്മൾ ഈ ദീപാവലിക്കൊക്കെ വെക്കുന്ന സൈസ് ചെറിയ ചിരാതില്ലേ, അത്രയും 2 മൺചിരാതുണ്ടായിരുന്നു. ഒരു മൺചിരാതിനകത്ത് ഉപ്പ് നിറച്ച് ഒരു മൺചിരാതിനകത്ത് വിളക്കും വെച്ച് ആണ് കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഇന്നിപ്പം ഞാൻ അങ്ങനെ അല്ലാതെ എനിക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയതെന്ന് എനിക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന തോന്നിയപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരിയും കൂടെ വലിയൊരു ചിരാത് മേടിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസം കത്തിക്കണം. ഞാൻ ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കത്തിക്കത്തുള്ളായിരുന്നു കേട്ടോ. ഈ ഉപ്പുകളൊക്കെ വെള്ളിയാഴ്ച ദിവസം മാത്രമേ കത്തിക്കത്തുള്ളായിരുന്നു. എന്നിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ദിവസം കത്തിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനിപ്പോൾ ദിവസം കത്തിക്കാൻ വേണ്ടി അതെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് നമ്മൾ ഈ ഉപ്പ് വിളക്ക് കത്തിക്കാനുള്ളത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചത്. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഉപ്പുവിളക്ക് ദിവസം വീട്ടിൽ കത്തിക്കുന്നത് നമ്മൾ ഇതുപോലെ വലിയൊരു ചിരാതാണ് മേടിച്ചേക്കുന്നത്. ഇതിന് ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ. ഇത്രയും ചിരാത് എനിക്കൊരു 50 രൂപയ്ക്ക് ഇത് മുഴുവനും കിട്ടും. ഓരോ സ്ഥലത്തും ഓരോ വിലയാണ്, കറക്റ്റ് അറിയില്ല. അപ്പം ഞാൻ ഇതിനകത്ത് ഇനി തേച്ച് കൊടുക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞളും പനിനീരും കൂടാണ് ചേർത്ത് ആണ് പുരട്ടി കൊടുക്കുന്നത്. അപ്പം അതിന് നല്ലൊരു മണമുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ പൊടിയല്ല കേട്ടോ. ഞാനിവിടെ മുറ്റത്തുനിന്ന് മഞ്ഞൾ പറിച്ച് അരച്ചു. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റേ സാധാ മഞ്ഞളുണ്ടല്ലോ, കവർ മഞ്ഞൾ, അത് നമ്മൾ പുരട്ടരുത്. ഇതിങ്ങനെ കുഴച്ച് പറ്റാൻ വേണ്ടി എടുക്കരുത്. നമ്മൾ നല്ല മഞ്ഞൾ തന്നെ എടുക്കണം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിങ്ങനെ ഇപ്പോൾ ചാലിച്ച് തേച്ചെന്ന് പറഞ്ഞത് ഇതിങ്ങനെ നനഞ്ഞൊന്നും ഇരിക്കുകയല്ല, അത് ഇപ്പം തന്നെ ഉണങ്ങും കേട്ടോ. അങ്ങനെ ഇതിനകത്ത് അതുപോലെ തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് നമ്മളിത് കൊണ്ടുവരുമ്പം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാൻ കേട്ടോ. അല്ലാതെ അതുപോലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് നിൽക്കരുത്. 2 കുഞ്ഞ് ചിരാതും ഒരു വലിയ ചിരാതും കൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന് പറയണേ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നല്ലപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു വിളക്ക് കത്തിക്കാന്ന് പറഞ്ഞാൽ. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളതാണ് കേട്ടോ. എത്ര നെഗറ്റീവായിട്ട് നമ്മുടെ വീടിരുന്നാലും ഉണ്ടല്ലോ, ഈ വിളക്ക് കത്തിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടാം. നിങ്ങൾ കത്തിച്ച് നോക്കിയിട്ടുള്ളവർക്കും അറിയാം, കത്തിക്കുന്നവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും നമ്മളിത് ദിവസം നമുക്കിങ്ങനെ കത്തിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അരി മഞ്ഞൾ ചാലിച്ച് എടുത്തേക്കുവാണ്. ഇതുണ്ട് ഈ പാത്രം ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി. ഇതിനകത്തൊരു ശകലവും കൂടി ഉള്ള അതിപ്പോൾ അങ്ങ് ഉണങ്ങിക്കോളും. അങ്ങനെ നമ്മുടെ ചിരാത് ഉണങ്ങി നമുക്ക് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുന്നത് നിങ്ങൾ പുതിയ ഉപ്പ് വേണം ഇടാനായിട്ട്. നമ്മൾ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന ഉപ്പെടുക്കൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഡപ്പിയിലാക്കി ഞാൻ പൂജാമുറി വെച്ചേക്കുന്ന ഉപ്പാണിതേ. ഒരു കവർ ഉപ്പ് നമ്മൾ പുതിയത് മേടിച്ച് വെച്ചത് പൂജാമുറി തന്നെ വെച്ചാൽ മതി. വെച്ച് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ ഉപ്പ് നിറച്ചും എടുത്തപ്പോൾ ഞാൻ മേടിച്ച ചിരാതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശകലം തുമ്പുള്ള ചിരാതാണ്. നമ്മൾ ഈ തിരി ഇടാൻ വേണ്ടി തുമ്പിടത്തില്ല, അങ്ങനത്തെ ചിരാതാണ് മേടിച്ചേക്കുന്നത്. അത് നമുക്ക് ചെരിച്ച് വേണം വെക്കാനായിട്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു നമുക്ക് ഈ ചിരാതിൻ്റെ ഉപ്പ് നിറയ്ക്കുന്ന ചിരാതിൻ്റെ തുമ്പ് തെക്ക് വശത്തോട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്. നമ്മുടെ നെഗറ്റീവ് പോകാൻ വേണ്ടിയാണ് നമ്മൾ തെക്ക് വശത്തോട്ട് വെക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിന് തട്ടമൊക്കെ ഉണ്ടെങ്കിൽ തട്ടമൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വിളക്ക് വെക്കുന്നൊരു തട്ടവേ ഉള്ളൂ. ചെറിയൊരു തട്ടം എനിക്ക് 1 കൂടെ മേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ തട്ടം എടുക്കാത്തത്. അപ്പോൾ തട്ടം ഉണ്ടെങ്കിൽ തട്ടത്തിനകത്ത് നമ്മൾ വെക്കുന്ന ഏറ്റവും നല്ല, തട്ടത്തിനകത്ത് വെക്കുമ്പോൾ നമുക്ക് കുറേ പൂക്കളൊക്കെ ഇതിന് ചുറ്റിനുമൊക്കെ വെച്ച് അലങ്കരിച്ച്, നല്ല മണമുള്ള പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക്
എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയോ നെയ്യോ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് കത്തിക്കാമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നമ്മൾ നെയ്യ് ഒഴിച്ച് കത്തിക്കാമെങ്കിൽ നല്ലതാണ്. എന്നിട്ട് 2 തിരിയാണ് നമ്മൾ ഇതിനകത്തിട്ടിടുന്നത്. രണ്ട് തിരിയിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. ഉപ്പ് വിളക്ക് എല്ലാ ദിവസവും കത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ നിങ്ങളോർക്കും എന്നും മഞ്ഞൾ തേക്കണമെന്ന് വിചാരിക്കും. എന്നും മഞ്ഞൾ തേക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ തുടക്കം നമ്മൾ ഒന്നെങ്കിൽ വെള്ളിയാഴ്ച തുടങ്ങുക, അല്ലെങ്കിൽ ചൊവ്വാഴ്ച തുടങ്ങുക. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തുടങ്ങാം. നമുക്കത് ഒരാഴ്ചത്തേക്ക് നമുക്ക് കത്തിക്കാൻ പറ്റും. ഇപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ തുടങ്ങുവാണെങ്കിൽ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ദിവസം എന്നാണേലും ഇതിൽ ഉപ്പ് നിങ്ങൾ മാറ്റാവുള്ളൂ. ഈ വെള്ളിയാഴ്ചയും കൂടെ കത്തിച്ചതിന് ശേഷം ശനിയാഴ്ച വേണം ഉപ്പ് മാറ്റാനായിട്ട്. ഉപ്പ് മാറ്റി വെച്ച് നമുക്ക് വേറെ ഉപ്പ് നിറയ്ക്കാമെന്ന് തന്നെ. അന്ന് തന്നെ അതിൽ ഉപ്പ് മാറ്റുക. ഉപ്പ് മാറ്റി വെച്ച് വീണ്ടും അതിനകത്ത് ഉപ്പ് നിറച്ച് വെച്ച് നമുക്ക് വീണ്ടും വിളക്ക് കത്തിക്കാം. അപ്പോൾ നമ്മൾ ദിവസം ഉപ്പ് മാറ്റേണ്ട, ശനിയാഴ്ച ദിവസം മാത്രം മാറ്റിയാൽ മതി ഉപ്പ്. ഇപ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വ്യാഴാഴ്ച അങ്ങനെ നമ്മൾ കത്തിച്ചിറങ്ങി വെള്ളിയാഴ്ച നമ്മൾ കത്തിച്ചിറങ്ങണമെങ്കിൽ പിറ്റേ ദിവസം ശനിയാഴ്ച നമ്മളത് മാറ്റണമെന്നില്ല. അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച നമ്മൾ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച വരുമ്പോഴത്തേക്ക് അന്നേരം നമ്മൾ ഉപ്പ് മാറ്റി വെച്ച് വീണ്ടും അതുപോലെ തന്നെ ഉപ്പ് നിറയ്ക്കുക. അതുപോലെ തന്നെ ചിരാത് വെക്കുക. അങ്ങനെ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുക. അപ്പം ചിരാതിനകത്ത് ദിവസം നമ്മൾ എണ്ണ ഒഴിച്ച് വിളക്ക് തിരി മാറ്റി പുതിയ തിരിയിട്ട് നമ്മൾ കത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊന്നും നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കത്തിക്കുന്നത് അങ്ങനെ നമുക്ക് ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് മാറ്റി അന്ന് തന്നെ വേറെ ഉപ്പ് നിറച്ച് അന്ന് നമുക്കതുപോലെ ഇങ്ങനെ കത്തിച്ച് നമുക്ക് തുടങ്ങാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് ആ തെക്ക് വശത്തോട്ട് വലിയ ചില ചിരാതെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയൊരു പാത്രം പോലെ ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ ഈ തുമ്പ് കോർത്ത സൈസുകൾ അങ്ങനത്തെ നോക്കി മേടിക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ. ആ ഒരു സൈഡിലേക്ക് നമ്മൾ തെക്ക് വശത്തേക്ക് നമ്മൾ ആ തിരി ഇടുന്ന പോലത്തെ ഒരു തുമ്പ് നമ്മൾ വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ഫുള്ള് പോയി പോസിറ്റീവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് ഇതായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളാണ് നമുക്ക് ഉപ്പുകളൊക്കെ കത്തിക്കുന്നത്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു പ്രാർത്ഥന ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നിങ്ങൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ല വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇങ്ങനെ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കേട്ടോ. മഹാലക്ഷ്മി സ്തവമാണ് നമ്മൾ ചെല്ലുന്നത്. അത് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു. ഞാൻ ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കാണിച്ചു തരാം. യൂട്യൂബിൽ നമ്മൾ നോക്കിയാൽ കിട്ടും കേട്ടോ പ്രാർത്ഥന. അപ്പം നമുക്ക് അത് അവർ ചൊല്ലി തരുന്നുണ്ട്. നമുക്കിനി കറക്റ്റായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് അവരെ ചെല്ലുന്ന കൂടെ നമുക്ക് ചൊല്ലി നമുക്ക് ദിവസവും ആ ഒരു പ്രാർത്ഥന ദിവസം ചെല്ലിയാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായിട്ട് നിങ്ങൾ ചെല്ലിയിരിക്കണം. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കാര്യം അത്രയ്ക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും മാറിക്കിട്ടും കേട്ടോ. സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് അതുപോലെ മാറിക്കിട്ടും. നമ്മുടെ വീട്ടിൽ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്കൊരു ഇത് കിട്ടി തുടങ്ങും. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ചെല്ലുന്നത് നല്ല ഇതായിട്ട് ചെല്ലുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ഈ ഉപ്പുവിളക്ക് നിങ്ങൾ കത്തിച്ച് നോക്കുക. നിങ്ങൾ കത്തിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും. അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വീട്ടിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിശ്വാസമുള്ളവരെല്ലാം ഒന്ന് കത്തിച്ച് നോക്കുക.
മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.